കണ്ടല്ലൂർ കലയുടെ സുവർണ ജൂബിലി ആഘോഷവും പുഷ്പകുമാർ പുഷ്പാലയം ലിറ്റററി പ്രൈസ് വിതരണവും നടന്നു. ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും നടന്നു. കണ്ടല്ലൂർ ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ 50ാമത് വാർഷികം കലാങ്കണത്തിൽ നടത്തി. സുവർണ ജൂബിലി ഉദ്ഘാടന സമ്മേളനം കണ്ടല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ കലയുടെ മുൻകാല പ്രവർത്തകരിൽ പ്രമുഖരായ നാണു കുറ്റിവടക്കിയതിൽ, ധർമ്മജൻ ഭാഗവതർ, എം.ഒ. പ്രഭാകരൻ, കെ. സുരേന്ദ്രൻ നടശ്ശേരിൽ എന്നിവരുടെ കുടുംബാംഗങ്ങളെ അനുസ്മരണ പത്രിക നൽകി ആദരിച്ചു. തുടർന്ന് കടമനിട്ട ഗോത്രകലാസമിതിയുടെ പടയണി അവതരണവും നടന്നു. രണ്ടാം ദിവസം നടന്ന സാഹിത്യ സമ്മേളനവും പുഷ്പകുമാർ ലിറ്റററി പ്രൈസ് സമർപ്പണവും സാഹിത്യകാരൻ ടി.ഡി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കുറെ വടക്ക് താമസിക്കുന്ന ആളുകൾക്ക് അത്ഭുതമാണ് ഇപ്പോഴും അക്ഷരങ്ങളെയും സാഹിത്യത്തെയും വായനയും ഒക്കെ. ഇവിടുത്തെ ഗ്രാമങ്ങൾ ഇത്ര ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അന്ന് താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കഷ്ടിച്ചൊരു കിലോമീറ്ററോളം ദൂരമുണ്ട്. ഞാനും വേറെ 2-3 എഴുത്തുകാരും കൂടെയുണ്ട്. ചേപ്പാട് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 2025 പുഷ്പാലയം പുഷ്പകുമാർ ലിറ്റററി പ്രൈസിംഗ് അർഹനായ സുഭാഷ് ചന്ദ്രന് 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു. കായംകുളം എം.എൽ.എ. അഡ്വക്കേറ്റ് യു പ്രതിഭ, ജൂറി ചെയർമാൻ ഡോക്ടർ അജു കെ നാരായണൻ, എഴുത്തുകാരി ഇന്ദുലേഖ എന്നിവർ പ്രഭാഷണം നടത്തി. കലയ്ക്ക് കലയുടേതായ പ്രത്യേകമായ ഒരു പ്രഭാവം, കലയുടേതായ പ്രഭാവമുള്ള സംഘടനയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, പുഷ്പാലയം പുഷ്പകുമാർ സാറ് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ കലയുടെ നട്ടലായി നിന്ന ആളാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആളാണ്. വളരെ നേരത്തെ നമ്മളിൽ നിന്ന് അദ്ദേഹം നമ്മളെ വിട്ടു പോവുകയുണ്ടായി. പക്ഷെ ഒരിക്കലും ആ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ സന്മനസ്സുള്ള നല്ലവരായിട്ടുള്ള സഹൃദയരായ സുഹൃത്തുക്കൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തുശില്പി സുനിൽ കണ്ടല്ലൂരിനെയും നോവലിസ്റ്റ് ബിജി മോഹനെയും ചടങ്ങിൽ ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ സോണി ശങ്കർ, കലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മനോജ് ചന്ദനത്തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോഴിക്കോട് ബാംസുരി അവതരിപ്പിച്ച സോങ് വിത്ത് കോഴിക്കോടൻ സുലൈമാനി എന്ന ഗസൽ സന്ധ്യയും, 3ാം ദിവസം കായംകുളം KPAC നാടകസമിതിയുടെ നാടകം ഭവന്തിയും അവതരിപ്പിക്കപ്പെട്ടു. ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് കവിത പഠനകളരി, കല, കായിക, സാഹിത്യ മത്സരങ്ങൾ, വിവിധ സംഘടനകളുടെ തിരുവാതിരകൾ, സാകേത സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികൾ, ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിവയും നടന്നു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമാപനത്തിൽ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.